വിവാഹ റദ്ദാനത് വിവാഹമോചനം മൽക്കിയ 2-ാം വസനത്തിൻപടി മലാഖി 2:16 പ്രകാരം അതൊരു ദ്രോഹം എന്ന് വാസിக்கிறோம். അതൊരു ദ്രോഹം എന്നാണ് വായിക്കുന്നത്. രണ്ടാമത് അതൊരു കൊലപാതകം. രണ്ടാമത് ഒരു കൊലപാതകം. വാസിங்க 2:16 മലാഖി 2:16. ஆகையால் ஒருவனும் தன் இளவயதின் மனைவிக்கு துரோகம் பண்ணாதபடி உங்கள் ஆவியை குறித்து எச்சரிக்கையாயிருங்கள். തള്ളിവിടുതൽ വിവാഹ റദ്ദാനത് തള്ളിവിടുതൽ ഞാൻ വെറുக்கிறேன். ദേവൻ വെറുக்கிறார். ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ദൈവം അത് വെറുക്കുന്നു. വിവാഹ റദ്ദ് ചെയ്യാതിരുകൾ. വിവാഹമോചനം ചെയ്യരുത്. ദേവൻ വെറുக்கிறார். ദൈവം അത് വെറുക്കുന്നു. ദേവൻ ഉന്നെ വെറുത്തു വിട്ടാൽ ദൈവം നിങ്ങളെ വെറുത്താൽ എന്നെ ചെയ്യ മുടിയും? പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? വേറെ വിവാഹം നീ ചെയ്താലും മറ്റൊരു വിവാഹം നിങ്ങൾ ദേവൻ ഉന്നെ വെറുത്തു വിട്ടാൽ ദൈവം നിങ്ങളെ വെറുത്താൽ നീ എങ്ക പോക മുടിയും? നിങ്ങൾക്ക് എവിടെ പോകുവാൻ കഴിയും? വിവാഹ റദ്ദാനത് തള്ളിവിടുതൽ ദേവൻ വെറുക്കിற കാര്യം. വിവാഹമോചനം ഉപേക്ഷണം ദൈവം വെറുക്കുന്നു. രണ്ടാമത് അടുത്തത് അപ്പടിപ്പെട്ടവൻ കൊടുമയിനാൽ തൻ വസ്ത്രത്തെ മൂടും. കൊടുമ അത് ചെയ്യുന്നവൻ സാഹസം കൊണ്ട് തന്റെ വസ്ത്രത്തെ നിറയ്ക്കും. കൊടുമതാണ്. അതൊരു സാഹസമാണ്. ദേവൻ അതൊരു കൊലപാതകം. അതൊരു കൊലപാതകമാണ്. വിവാഹ റദ്ദാനത് ഒരു കൊലപാതകം. വിവാഹമോചനം കൊലപാതകം. മൂന്നാമത് ആകയാൽ നിങ്ങൾ ദ്രോഹം பண்ணாமல் അതൊരു ദ്രോഹം. അതൊരു അവിശ്വസ്തത. ആനപ്പടിയാ ദേവജനങ്ങൾ വിവാഹ റദ്ദിലെ ഈടുപെടക്കൂടാതെ. അതുകൊണ്ട് ദൈവമക്കൾ വിവാഹമോചനത്തിൽ ജപിപ്പോ നാം പ്രാർത്ഥിക്കാം. അപ്പോ അത് ദേവനോട് പ്രശ്നങ്ങളെ മാറ്റുക. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റി. നീ പൊയ് ചൊല്ലി വിവാഹ റദ്ദ് ഏർപ്പെടക്കൂടാതെ. നിങ്ങൾ ഭോഷ്ക് പറഞ്ഞ് നുണ പറഞ്ഞ് വിവാഹമോചനം നടത്തരുത്. ഒരു സഹോദരി പൊയ് സൊന്നാങ്ക. ഭോഷ്ക് പറഞ്ഞു എന്റെ പുരുഷൻ എന്റെ ഭർത്താവ് അണ്ണകൻ എന്ന് സൊന്ന. അവൻ ഷണ്ടനാണെന്ന് പറഞ്ഞു. ഇവൻ ഷണ്ടനാണ്. വിവാഹമോചനം ദൈവഹിതമല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും. പെറ്റോർകൾ തലയെ പോട്ട് പ്രശ്നയെ പെരുസാക്കാതിരുക. മാതാപിതാക്കൾ തലയിട്ടിട്ട് പ്രശ്നം വലുതാക്കരുത്. വിവാഹമാനാലും കൂടെ പിള്ളകളെ പിരിച്ചു വിടുങ്ക. വിവാഹമായ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റി താമസം വാഴട്ടോ. അവർ തനിയെ ജീവിക്കട്ടെ. തനിമയാക വാഴട്ടോ. അവർ തനിയെ ജീവിക്കട്ടെ. ഇനി എന്റെ മകൾ എന്നോട് താൻ ഇരിക്കണം എന്റെ പിടിവാദം പിടിക്കാതെ. എന്റെ മകൾ എന്റെ കൂടെ തന്നെ വസിക്കണം, എന്റെ കൂടെ തന്നെ താമസിക്കണം എന്ന് പിടിവാശി പിടിക്കരുത്. അത് തവറ്. അത് തെറ്റാണ്. നീ വിവാഹം ചെയ്തു കൊടുത്താൽ പിന്നെ അവൾ പുരുഷനോട് വാഴ വേണ്ടും. നിങ്ങൾ വിവാഹം ചെയ്ത് അയച്ചാൽ അവൾ ഭർത്താവിനോട്. മകനെയും നീ പിടിച്ചു വെക്കൂടാതെ. അതുപോലെ മകനെയും പിടിച്ചു വെക്കരുത്. അനേക ഇടത്തിൽ ഇതാണ് പ്രശ്നം. അനേകയിടത്ത് ഇതാണ് പ്രശ്നം. അയാൾ വിവാഹ റദ്ദ് ദേവന് കേറ്റതല്ലേ. അതുകൊണ്ട് വിവാഹമോചനം ദൈവഹിത പ്രകാരമല്ല. അത് ഊഴിയറുകൾ പ്രതിഷ്ഠയിൽ